ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നതാണ് നാവിഗേറ്റിംഗ് ടാബ്ലോ. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ എന്താ പഠിച്ച്, നമ്മൾ ഒരു ഡാറ്റേനെ ടാബ്ലോയിലേക്ക് കണക്ട് ചെയ്യാൻ പഠിച്ചു. ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് നാവിഗേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെയാവും നമ്മുടെ കണക്ട് ചെയ്തിടുന്ന ഡാറ്റ ഫയൽ ഉണ്ടാകുക. ഇതിലടിയിൽ പോയിട്ട് നമ്മൾ ഷീറ്റ് 1 ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വർക്കിംഗ് സ്പേസിലേക്ക് നമ്മൾ പോകും. ഇതാണ് നമ്മുടെ ടാബ്ലോൻ്റെ വർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം മെയിനായിട്ട് 2 പാർട്സ് കാണാം. അതായത് ലെഫ്റ്റ് സൈഡിലും കാണാം, റൈറ്റ് സൈഡിലും കാണാം. ലെഫ്റ്റ് സൈഡിലുള്ളതിനെ നമ്മൾ ഡാറ്റ കണക്ഷൻ എന്നും റൈറ്റ് സൈഡിലുള്ളതിനെ നമ്മൾ വർക്കിംഗ് സ്പേസ് എന്നും പറയും. ആദ്യം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഡാറ്റ കണക്ഷനെ കുറിച്ച് പറയാം. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വരുമ്പോൾ ഡാറ്റ ടാബ്സ് പറയുമ്പോൾ ഡാറ്റനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. നമുക്കിവിടെ ഡാറ്റനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് ഒന്നാണ് ഡൈമെൻഷൻ എന്നും രണ്ടാമത്തേനെ മെഷർ എന്നും പറയും. ഡൈമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വാല്യൂസിനെയാണ് നമ്മൾ ഡൈമെൻഷൻ എന്ന് പറയുന്നത്. മെഷർ എന്ന് പറയുമ്പോൾ മെഷറിനെ നമ്മൾ വിളിക്കും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ യൂണിറ്റ്സിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, റീജിയൻ ബേസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ പറയാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ഡൈമെൻഷൻ ആർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എന്നും മെഷർ ഹാവ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നും നമുക്ക് പറയാം. പിന്നെ നമുക്ക് മേലെ കാണുന്നതിന് നമുക്ക് ടാബ്സോ അല്ലെങ്കിൽ റിബൺസ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഫസ്റ്റ് വണ്ണാണ് ഫയല്. ഫയൽ എന്താണ്? നമുക്കൊരു പുതിയ ഫയല് ഓപ്പൺ ചെയ്യാനും അല്ലെങ്കിൽ പുതിയ ഫയൽ എടുക്കാനും ക്ലോസ് ചെയ്യാനും സേവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഫയൽ എന്ന് യൂസ് ചെയ്യുന്നത്. ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂ ഡാറ്റ സോഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ ടാബ് യൂസ് ചെയ്യുന്നത്. വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്പേസിനെയാണ് വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ന്യൂ വർക്ക്ഷീറ്റ് എടുക്കാൻ നമുക്ക് ക്ലിയർ ചെയ്യാൻ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് വരും. ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻസ് ഓഫ് വർക്ക്ഷീറ്റ്സ് ആണ്. അതായത് നമ്മൾ ചെയ്ത എല്ലാ വർക്ക്ഷീറ്റ്സിനും കൊണ്ടിട്ട് കമ്പൈൻ ചെയ്യുന്നതിനാണ് നമ്മൾ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. സ്റ്റോറി എന്താണ്? സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത ഡാഷ്ബോർഡിൻ്റെയും വർക്ക്ഷീറ്റിൻ്റെയും കോമ്പിനേഷനാണ് നമ്മൾ സ്റ്റോറിയിൽ യൂസ് ചെയ്യുന്നത്. ഡാഷ്ബോർഡ് നമ്മൾ ചെയ്തു, വർക്ക്ഷീറ്റിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ ഡാഷ്ബോർഡ് ചെയ്തത്. സ്റ്റോറിയിലാകുമ്പോൾ നമ്മൾ ഡാഷ്ബോർഡിൻ്റെ കോമ്പിനേഷൻ കൂടി നമ്മൾ സ്റ്റോർ ചെയ്യും. അനലൈസ് എന്താ? നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചാർട്ട് നമുക്ക് ഇത് ഓരോ ടൂൾ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. മാപ്പ് എന്താണ്? ഓരോ മാപ്പ് നമുക്ക് ഫോർമാറ്റ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഒന്നാണ് ഫോർമാറ്റ്. ഫോർമാറ്റ് എന്നുള്ളത് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ തന്നെ ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റും. നെക്സ്റ്റ് ഒന്നാണ് സെർവർ ആൻഡ് നെക്സ്റ്റ് വൺ വിൻഡോ ആൻഡ് ഹെൽപ്പ്. ഇനി പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു റൈറ്റ് സൈഡിൽ നമ്മൾ എന്താണ്? വർക്കിംഗ് സ്പേസ് ആണ്. ആ വർക്കിംഗ് സ്പേസിലെ മെയിൻ 2 പാർട്ടാണ് കോളംസ് ആൻഡ് റോസ്. കോളംസ് ആൻഡ് റോസിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ വർക്ക്ഷീറ്റ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുക. അതായത് നമ്മൾ ലേബൽ ചെയ്യുന്നതനുസരിച്ച് കോളംസിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ റോസിലുണ്ടെങ്കിൽ ലേബൽ ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ വർക്ക്ഷീറ്റ് നമുക്ക് കിട്ടുക. ഓക്കെ.